മൈക്കൊന്നും കൊടുക്കട്ടെ ഒരു സെക്കൻഡ്. ഈ നെല്ല് കരക്കോട്ട് കയറ്റിയാലേ ഉള്ളു, കുഴപ്പമില്ല. ഈ നെല്ല് കരക്കോട്ട് കയറ്റിയാലേ ബാക്കി ഇടാനൊക്കത്തുള്ളൂ. മനസ്സിലായി. ഇവിടെ മാത്രമേ വണ്ടി വരത്തുള്ളൂ. കാരണം നമ്മൾ ഈ നെല്ല് ഇവർക്ക് വണ്ടിയെ കയറ്റി കൊണ്ടുപോകണം. ഇവിടെ മാത്രമേ റോഡുള്ളൂ, ഇവിടെ മാത്രമേ വണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ ഇത് കൊയ്തിവിടെ കൊണ്ടിടുന്നത് ഒരു ദിവസം ഇന്നിപ്പോൾ കൊയ്തിട്ട് നാളെ തന്നെ ഇവിടുന്ന് കയറ്റണം. കാരണം ഇവിടെ നീർപ്പാടിക്കും. ഇതിപ്പോ എത്ര ദിവസം ഇവിടെ കിടക്കണം? 14 ദിവസമായി. മാർച്ച് അതിനിടയിൽ മഴ പെയ്തില്ലേ? ഒരു മഴ പെയ്ത്, അതുകൊണ്ടാണ് പെട്ടെന്ന് കരക്കേറ്റ്. ഞങ്ങൾ കരക്കേറ്റ് ആ താഴെ കിടന്നെല്ലാം ഈ ഈർപ്പം കിട്ടും. പിന്നെ അവർ ആ 17% പ്രശ്നം വരും. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതുവരെ ഉണ്ടായില്ല. കൊള്ളയെന്ന് പറയുന്നത് പുറകോട്ട് ആലോചിച്ച് നോക്കിയാൽ 1800 ഏക്കറിന് 20 കിൻഡൽ വെച്ച് 6-7 ലക്ഷം രൂപയാണ് ഈ 1.5 കിലോ വെച്ച് പോകുമ്പോൾ പോണത്. നിങ്ങളുടെ 1.5 പോയാൽ മറ്റുള്ളവരുടെ 3 പോകും. അങ്ങനെ പോയി അവസാനം കണക്ക് വരുമ്പോൾ ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 7 ലക്ഷം 8 ലക്ഷം രൂപയാണ് ചുമ്മാതെ നിന്ന് മീൻ പിടിക്കുന്നത്. പണയം വെച്ചും അതിലൊക്കെ ഒന്ന് കടം മേടിച്ചോട്ടി നമ്മൾ നടത്തുന്നത്. ഞാനാണ് ചെറിയൊരു ബോട്ട് ഓടിക്കുന്നത്, അടിവാക്കൻ്റെ. ഈ സാറിനറിയാം, വല്ലപ്പോഴും ഓട്ടമുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ കളികൾ. ഇതൊന്ന് കൊടുത്താലേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കിഴിവൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവം തൊട്ടപ്പുറത്തുനിന്ന് എടുത്തോണ്ട് പോയാലും കിഴിവില്ല. അത് ഞാനിപ്പോ അങ്ങനെ കിഴിവിന്റെ ആവശ്യം വരാറില്ല. ഞാനിപ്പോ നെല്ലെടുത്ത് നോക്കിയിട്ട് നോക്കിയപ്പോ നമ്മളവിടെ നിന്നും ഇത്രയും ക്ലാസ് നെല്ലല്ല. അവര് പറഞ്ഞു ഇത് ഭയങ്കര ഫസ്റ്റ് ക്ലാസ് നെല്ലാണിത്. അവര് പറഞ്ഞു നമ്മളൊരു പിടി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് പതിരവും കനവും ഇതോ അറിയാം. അത്രയും നീറ്റ് ക്ലാസ് നെല്ലാണ്. ഇദ്ദേഹത്തിന്റെയാണ് ഈ കളവ് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇതിന് 2 കിലോ കിഴിവ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവർ ചവിട്ടിയിരിക്കുന്നത്. ഇതിനപ്പുറത്തെ കിഴിവില്ലല്ലോ. അപ്പുറത്തേക്കില്ല. ഞാൻ കൊടുത്ത അവിടെ 1 കിലോ പോലും കിഴിവ് കൊടുത്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമുക്ക് ഗൗരവമായിട്ട് ഇടപെടാം. ഇന്ന് തന്നെ ഇടപെടാം. ഇന്ന് തന്നെ മന്ത്രിമാരെ എല്ലാവരും വിളിച്ചു. ഉറപ്പായിട്ടും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ താഴെ ഒരു കൊയ്യണം. ഇത് മാറ്റണം, അല്ല കളയില്ല അവർക്ക്. പറഞ്ഞു എന്താ പറയാനുള്ളത്? മാർക്കറ്റിംഗ് ഓഫീസറോടെ വന്ന് കണ്ടിട്ട് നെല്ലിന് യാതൊരു കുഴപ്പമില്ലെന്ന് അവർ രാവിലെ പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് നമുക്ക് അവിടെ ഉടനെ തന്നെ അടിയന്തരമായ ഒരു കമ്മിറ്റി വിളിച്ചു അവിടെ പഞ്ചായത്ത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് കളക്ടറേറ്റ് ചെന്ന് കളക്ടർ പറഞ്ഞ് അടിയന്തരമായിട്ട് അവിടെ നെല്ലെടുക്കണം, യാതൊരു കിഴിവില്ല, നെല്ലെടുക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ ഈ പാടി മാർക്കറ്റിംഗ് ഓഫീസർ തിരിച്ച് ഉച്ച കഴിഞ്ഞ് ഞങ്ങളോട് പറയുകയാണ് അത് എന്താ നെല്ലിന് ആദ്യം എടുത്തതിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 1.5 കിലോ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 1 കിലോ പോലും കൊടുക്കുകയില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അവർ സമരത്തിൽ എല്ലാവരും അവിടെ ഇരിക്കുക, എല്ലാ ആൾക്കാരും ഉണ്ട്. ഇതെന്തൊരു നീതി! അതിൻ്റെ തൊട്ടപ്പുറത്തായ തിരുവാതിരി പാടത്ത് ഞങ്ങളുടെ പാടശേഖരത്തിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കി. അങ്ങേർക്ക് വേണം പറയാമല്ലോ 1 കിലോ എടുത്തോളെ. 1 കിലോ പോയിട്ട് 1/2 കിലോ നെല്ല് പോലും ഞങ്ങളുടെ കൊടുത്തിട്ടില്ല. ഈ ഇത്രയും തൊഴിലാളി ഈ കർഷകർ 15 ദിവസമായിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ്. ഇപ്പോഴും പറയുന്ന മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ട് പറയാം, മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞ് 2 കിലോ വെച്ച് എടുത്തോളാം പറഞ്ഞെന്ന്. ഇത് എന്തൊരു ന്യായമായത്! ഈ പാവപ്പെട്ട് അധ്വാനിക്കുന്ന കഷ്ടപ്പെട്ട് 6 മാസം മണ്ണിനോട് മല്ലടിച്ച് അല്ലെ കാടത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഇത് കരയ്ക്ക് കൊണ്ടുവരുമ്പം വെറുതെ നിൽക്കുന്ന ആളുകൾ പറയാം ഞങ്ങൾക്ക് 2 കിലോ വെച്ച് തന്നോളെ. 1860 ഏക്കറായത്. അത് ഒന്ന് കണക്ക് കൂട്ടിക്കുക എത്ര ലക്ഷം രൂപയാണെന്ന്. ഇതുകൊണ്ട് ഇതിന് 1 കിലോ പോലും ഞങ്ങൾ കൊടുക്കത്തില്ല. ഇത് ശീലമായി പോകുന്നില്ല. ഇത് ശീലമായി. ഈ വർഷം കൊടുത്താൽ എല്ലാ വർഷം കൊടുക്കേണ്ടി വരും. കിഴിവില്ല. അടുത്ത വർഷം 9 കൂട്ടിക്കൊണ്ടുവരും. 6 വർഷമായിട്ട് കിഴിവില്ല. നെല്ല് മറിച്ച് സാറേ ഞങ്ങൾ മൊത്തം നെല്ലും മറിച്ച് 10-20,000 രൂപയായി. നമ്മളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അവര് വരെ 2 മണിക്ക് നിർത്തുന്ന അവർ വരെ 4 മണി വരെ പണത് ഈ 1000 രൂപ. കാരണം വെച്ചാൽ ഇത് വാരി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇത് എല്ലാ ദിവസവും മറിച്ചുകൊണ്ടിരിക്കണം അല്ലേ? എല്ലാ ദിവസവും അല്ല, മഴ പെയ്യുമ്പോ അതിന്റെ അടിയിലായിരിക്കും. മഴയല്ലായിരുന്നു, ഭയങ്കര പേമാരി പോലെയാ ശരിക്കും പെയ്തത്. നമ്മളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഈ കിഴിവിന് വേണ്ടി ഈ മേഖലയിലുള്ളത് ഇവര് കുറച്ച് പേരേ ഉള്ളൂ. നിയമസഭയിൽ അത് മുഖ്യമന്ത്രിയെ കണ്ട് സാറ് ധരിപ്പിക്കണം. നിയമസഭയിൽ തന്നെ അവതരിപ്പിക്കും, നേരിട്ട് അവതരിപ്പിക്കും. 140 MLA-മാർക്ക് ഞാൻ ഇന്ന് തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ വണ്ടി കയറിയാൽ തന്നെ കൃഷി മന്ത്രിയെ നേരിട്ട് സംസാരിക്കാം. ബാക്കി മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ തിങ്കളാഴ്ച കാണാം. നിയമസഭയിൽ കൊണ്ടുവരണം, നിയമസഭയിൽ കൊണ്ടുവരാം. എത്രയും പെട്ടെന്ന് എടുത്ത് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമസഭയിൽ കൊണ്ടുവരും. എത്രയും പെട്ടെന്ന് സാർ ഇത് എടുപ്പിക്കാനുള്ള കുട്ടനാടിന്റെ ഒരു അറ്റം തന്നെയാണല്ലോ. അപ്പർ കുട്ടനാടാണല്ലോ. അതെ കുട്ടനാടിന്റെ ഈ ഇതുവരെ വരില്ല, ഈ താലൂക്ക് വരെ വരും. അതെ ഇനി ഇത് മറിക്കാനൊന്നും പറ്റില്ല, കാശില്ല.
ഏജന്റുമാരും മുതലാളിമാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ മുന്നിലൊക്കെ വലിയ കമ്മീഷനുണ്ട്. അരി മനസ്സിലായി. നമുക്ക് നോക്കാം, ഉറപ്പായിട്ട് നോക്കാം, ഞങ്ങൾ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ അറിഞ്ഞപ്പോ തന്നെ നമ്മൾ വന്നത്. എടാ അതല്ലേ ഇത് അറിഞ്ഞപ്പോ തന്നെ വന്നത് എല്ലാവരും പറഞ്ഞു. ഇവരെല്ലാവരും മാർച്ച് 3-ാം തീയതി കൊയ്താ, ഞാൻ 4-ാം തീയതി കൊയ്തതാ. ഞങ്ങൾ നവംബർ 1-ാം തീയതി വിതച്ചതാ. 121-ാം ദിവസമായി ഇവര് കൊയ്യുന്നത്. 120 എത്ര നാളത്തെ അധ്വാനവും അത് ഏജന്റുമാര് ആകെ എനിക്കറിയാം. ഡീറ്റെയിൽസ് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. അമ്മ ചവിട്ടാതെ പോണേ, ചവിട്ടാതെ പോണേ, ചവിട്ടാതെ പോണേ. ഇടിയുടെ ഇടയിൽ ചവിട്ടാൻ മറന്നുപോയി. എല്ലാ വർഷവും ഇത് തന്നെ. ഞങ്ങൾക്ക് ഈ സമരം ചെയ്യാതെ ഒരു വർഷം പോലും നെല്ലെടുക്കാൻ പറ്റുന്നില്ല. എല്ലാ വർഷവും. ഇനിയിപ്പോൾ അടുത്ത സമരമാണ് നമുക്ക് ഇതിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി. ഒരു 16 പ്രാവശ്യം പാടി ഓഫീസിൽ പോയിരിക്കാതെ നമുക്ക് ഈ പൈസയും കിട്ടത്തില്ല, നെല്ലും എടുക്കത്തില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം. അല്ലേ നമ്മൾ അറിഞ്ഞിട്ട് ഇവിടെ വന്നത്. മനസ്സിലായി പറഞ്ഞ അവരെല്ലാവരും പറഞ്ഞു. പോട്ടെ എല്ലായിടത്തും ഒക്കെ ചോദിക്കാം. ചവിട്ടാതെ പോണേ, ചവിട്ടാതെ പോണേ. അല്ല അതൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെ ആളാണ്. വണ്ടി 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 ഏറുന്നേട്ടി ഏറുന്നേ. ഇവിടെ വരാം. ഇല്ല 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 അത് കുഴപ്പമില്ല. അത് പറയാം പറയാം. ഏയ് മിണ്ടായിരിക്കും 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 മിണ്ടായിരിക്കും. അത് നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പരിഹരിക്കണമെന്നല്ലേ പറഞ്ഞല്ലോ. പാവം. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണും. പിന്നെ എനിക്ക് അങ്ങോട്ട് നെല്ല് നോക്കണേ. നമുക്ക് ഇച്ചിരി കൂടെ നെല്ല് വിട്ടിട്ട് ഇച്ചിരി കൂടെ ഇത്തിരി പുറയിലേക്ക് നമ്മൾ നിൽക്കാം. എല്ലാവരും കൂടി ഇടിക്കല്ലേ? ഇത്തിരി പുറയിലേക്ക് നിന്ന്, ഇത്തിരി പുറയിലേക്ക്, ഇത്തിരി പുറയിലേക്ക് നിന്ന്, പുറയിലേക്ക് നിന്ന് ആ നെല്ലെ ചവിട്ടാതെ നോക്കണം. അതിനാല് ഒന്നും മിണ്ടായിരിക്കാൻ ഓട്ടമനെ സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ എത്തുന്നില്ല മിണ്ടായിരിക്കാൻ പറ. മിണ്ടായിരിക്കാൻ പറ. ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മുടെ അപ്പർ കുട്ടനാടാണിത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ല് വിളയുന്ന പാടശേഖരമാണ്. നമുക്കറിയാം, നെൽകൃഷിയിൽ നിന്ന് കർഷകരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നേരിട്ട് വലിയ കഠിനാധ്വാനം നടത്തിയിട്ടാണ് ഈ നെല്ല് വിളയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് നെല്ലാണ്. ഈ നെല്ലിൽ സാധാരണ ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മില്ലുകൾ വഴി ഇതെടുക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കിഴിവും ഉണ്ടാകാറില്ല. പല സ്ഥലത്തിലും ഈ മില്ലുടമകൾ ഏജന്റുമാരെ വെച്ച് ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് ഒത്തു കളിച്ചിട്ട് ഇതിൽ കിഴിവ് വരുത്തും. ഇത് 1800 ഏക്കർ കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 2% കിഴിവ് വേണമെന്നുള്ളൊരു പുതിയ ആവശ്യം വെച്ചിരിക്കുകയാണ്. ഇത് കിഴിവെന്ന് പറഞ്ഞാൽ അത്രയും അവർക്ക് ലാഭമാണ്. അപ്പോൾ ഒരു കിൻഡൽ എടുത്താൽ 2 കിലോ കുറച്ച് കൊടുക്കണം. 2 കിലോൻ്റെ പൈസ കുറച്ചേ കൊടുക്കുകയുള്ളൂ. എത്ര ആയിരം കിൻഡലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്? കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ്. അപ്പോൾ ഒരു കാലത്ത് ഇവിടെ കിഴിവ് ആവശ്യപ്പെട്ടിട്ടില്ല.
കിഴിവ് ഇങ്ങനെ പതിരുണ്ടാവും, മറ്റ് നെല്ലിൻ്റെ ക്വാളിറ്റി, അതിനൊക്കെ ഒരു മാനദണ്ഡം സർക്കാർ തന്നെ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡത്തിൻ്റെ അകത്ത് ഒരു കിഴിവും വരുത്തേണ്ടാത്ത നെല്ലാണ് ഈ നെല്ല്. അത്രയും ക്ലാസ് നെല്ലാണ്. തൊട്ടടുത്ത് ഈ നെല്ല് സംഭരിച്ചിരിക്കുന്നതും ഈ കിഴിവ് കൊടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ മില്ലുടമകളും ഏജന്റുമാരും എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അവരിപ്പോൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇപ്പോൾ 14 ദിവസമായിട്ട് ഈ നെല്ല് കൊയ്തിട്ടിരിക്കുകയാണ്, ഈ പാടത്ത് കൂട്ടിയിരിക്കുകയാണ്. ഒരു മഴ പെയ്താലുള്ള ആദ്യം എന്താണ്? മഴ പെയ്താൽ ഇതിൻ്റെ ഈർപ്പം കൂടും. ഈർപ്പം 17% വർദ്ധിച്ചാൽ അതിൻ്റെ വില വീണ്ടും കുറയ്ക്കും. അപ്പോൾ ഇവർ വീണ്ടും മറിക്കണമെങ്കിൽ അതിലെ ചിലവ് വേറെ. കാരണം മഴ പെയ്താൽ മറിച്ചില്ലെങ്കിൽ വീണ്ടും കുഴപ്പമാവും. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്താണിത് സപ്ലൈകോയെ കൊണ്ട് നെല്ല് സംഭരിപ്പിക്കാനും നമ്മുടെ ന്യായമായ വില കൊടുത്തിട്ട് ഇത് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. അന്ന് കൈമാറ്റ ചെലവ് അത് 12 രൂപയായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഇതിന് 10, 240, 250 രൂപയും അതുപോലും വർദ്ധിപ്പിച്ചിട്ടില്ല. അതേ 12 രൂപയാണ് അല്ലേ? അതേ 12 രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൈകാര്യ ചെലവെന്ന് പറയുന്നത് 12 രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ തുക 250 രൂപ, 260 രൂപയൊക്കെ പലർക്കും ഈ കൈകാര്യ ചെലവ് വരികയാണ്. അപ്പം അതിൻ്റെ ബാധ്യത കൂടി അവർ ഏറ്റെടുക്കുകയാണ്. നിസാര കാരണം പറഞ്ഞുകൊണ്ട് എന്നിട്ടിപ്പോൾ സമ്മർദ്ദം ചെലുത്തുക. എന്തിനാ? കളക്ടർ ഇടപെട്ടു, ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടൊന്നും ഇവർ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ പിന്നെ അവസാനം വിചാരിക്കുമല്ലോ കർഷകർ, എങ്ങനെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോയാൽ മതി, 2% മഴയ്ക്ക് മുമ്പ് എടുത്തുകൊണ്ട് പോയാൽ മതി, 2%എങ്കിൽ 2% കിഴിവ് കൊണ്ടുപോയി കളയാൻ പറയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട കർഷകരുടെ മീതെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദമാണിത്. അപ്പോൾ ഗവൺമെൻറ് ഇല്ലേ, കൃഷി വകുപ്പ് മന്ത്രി ഇല്ലേ? എന്തൊരു അന്യായമാണ് ഈ കർഷകരോട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആളുകൾ കൃഷി ഇറക്കുന്നത്? കണ്ണീരാണ് സത്യത്തിൽ ഇവിടെ വീഴുന്നത്. ഈ പാടത്ത് വീണിരിക്കുന്നത് ഇവിടെ അധ്വാനിച്ച എന്ത് കൊടും വെയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഈ കൊടും വെയിലത്തല്ലേ ഇതെല്ലാം കൊയ്തെടുത്ത് അധ്വാനിച്ച് അതിന് കാവൽ നിന്ന്. ഇപ്പം ഈ രാത്രി വന്ന് ഈ നെല്ലിന് കാവൽ നിൽക്കണ്ടേ? ഉറങ്ങാതെ വന്ന് കാവൽ നിൽക്കണ്ടേ? ഇതിവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ 14 ദിവസമായി ഈ നെല്ലിന് കാവൽ നിന്ന് രാവിലെ മുതൽ പാതിരാത്രി വരെ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. 14 ദിവസമായി. നമ്മുടെ കേരളത്തിലാണെന്ന് ആലോചിക്കണം. അന്വേഷിക്കാൻ ഒരാളുമില്ലേ? എത്ര പേരോട് പറഞ്ഞു കഴിഞ്ഞു, ഏതെല്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. കളക്ടർ ഇടപെട്ടിട്ട് പോലും, ഇതിൻ്റെ അകത്ത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ട് പോലും തീർത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടണ്ടേ? സർക്കാർ അറിഞ്ഞില്ലേ? കൃഷി വകുപ്പ് അറിഞ്ഞില്ലേ 14 ദിവസമായിട്ട്? അപ്പോൾ ഇത് അടിയന്തരമായി ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം. ഒരു കിഴിവും കൊടുക്കാതെ ആ കിഴിവെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ്, തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് ഈ കർഷകരെ വിധേയരാക്കുന്നത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഇത് ഇന്ന് തന്നെ മന്ത്രിയെ ബന്ധപ്പെട്ട് സംസാരിക്കും. പരിഹാരമില്ലെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഈ കർഷക ദ്രോഹം അവസാനിപ്പിക്കണം എന്നാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞ് ജനപ്രതിനിധികളും എല്ലാവരും അടക്കം പാർട്ടിയും എല്ലാം അടക്കം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഒരു പ്രതിഷേധമായിട്ട് ഇത് സമരമായിട്ട് ഉയർത്തിക്കൊണ്ട് വരും. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് കർഷകരുടെ കൂടെ നിന്ന് അത് ചെയ്യും. അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഇത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറമാണ്. അവരുടെ വിഷമവും അവരുടെ പ്രയാസവും കണ്ടില്ലേ? നമ്മൾ ഇത്രയും അധ്വാനിക്കുന്ന കർഷകർ, ഇത് അന്നമല്ലേ നമ്മുടെ? ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ്? ഇതിന് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല. എന്നിട്ട് വീണ്ടും ഈ നെല്ല് സംഭരണത്തിൽ എന്താണ് ഈ പാളിച്ച? ഇത് വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു. ചില സ്ഥലത്ത് വലിയ പതിരുണ്ടാവും, വലിയ ഈർപ്പമൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ പതിരില്ലാത്ത ഒരു തരത്തിലും കേരളത്തിലെ തന്നെ A ക്ലാസ് നെല്ലുകളിൽ ഒന്നാണിത്. ഒരു തരത്തിലും കിഴിവ് പാടില്ലാത്ത. അല്ല, ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടില്ലല്ലോ, കിഴിവ് മേടിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അല്ല, ശരിയാണത്. വേറെ പല പാടശേഖരങ്ങളിലും താങ്കൾ പറഞ്ഞതുപോലുള്ള പ്രശ്നം, ഈർപ്പത്തിന്റെ കാര്യം പറഞ്ഞ് എടുക്കുന്ന നെല്ല്, ഞാൻ പറയണ ഒരു 10 കിൻഡൽ നെല്ല് കർഷകരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കില്ല. ഏതെങ്കിലും കാരണം പറഞ്ഞ്, സാങ്കേതികത്വം പറഞ്ഞ് അതിൻ്റെ വില കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏർപ്പാടാണ്. ഇന്ന് കുത്തരിക്ക് എത്രയാണ് വില? ഇന്നത്തെ വില 64 രൂപയാണ്. ഈ കൊടുക്കുന്ന എത്ര പൈസ? 27 രൂപ 80 പൈസയ്ക്ക് ഈ മില്ലുകാർ കൊണ്ടുപോയിട്ട് കുത്തി അത് പാക്കറ്റിലാക്കി കൊടുക്കുമ്പോൾ എത്രയാ? അത് വീട്ടിലേക്ക് അരി മേടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് വില അറിയാത്ത. കഴിഞ്ഞ വർഷം ഒരു റെയ്ഡ് നടന്നിരുന്നു വിജിലൻസിന്റെ, ഓപ്പറേഷൻ ബോൾ എന്ന് പേരിട്ട്. ഈ മേഖലയിൽ നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകൾ നടത്തുന്ന തിരിമറികളാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല.
കാരണം ഇതിനൊരു നെക്സസ് ഉണ്ട്, അഴിമതിയുടെ ഒരു നെക്സസ് ഉണ്ട്. ഇത് കിട്ടുന്നത് ഈ പാവപ്പെട്ടവൻ കൃഷി ചെയ്യുന്നതിന് കൊള്ളയടിക്കുകയാണ്, അവൻ്റെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ടാണ് അവൻ ചെയ്യുന്നതിന് 2 കിലോ എടുത്തുകൊണ്ട് പോകണം. അവൻ 100 കിലോ നെല്ലുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് 2 കിലോ അടിച്ചുകൊണ്ട് പോകണം. അത് ചില സ്ഥലത്ത് അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വർഷം ഇവർ 2 വേണം. അവരുടെ പേടി എന്താ? ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇത് അനുഭവിച്ചാൽ അടുത്ത പ്രാവശ്യം 3 വേണം 4 വേണമെന്ന് പറയും, കിഴിവ് വേണമെന്ന് പറയും. അതാണ് ക്രൂരതയാണ് ചെയ്യുന്നത്. അത് പരിഹാരം ഉണ്ടാക്കും ഉറപ്പായിട്ടും.